ഏത് തരത്തിലുള്ള പിഗ്മെന്റേഷൻ വന്നാലും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺ പ്രൊട്ടക്ഷനും സ്കിൻ ലൈറ്റനിങ് ക്രീംസും അപ്ലൈ ചെയ്തിട്ടാണ്. ചില തരം പിഗ്മെന്റേഷനിൽ ആദ്യം നമ്മൾ സ്കിൻ ലൈറ്റനിങ് ക്രീംസ് അപ്ലൈ ചെയ്യുമ്പോൾ പിഗ്മെന്റേഷൻ കുറച്ച് കുറഞ്ഞാലും കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ പിഗ്മെന്റേഷൻ സ്റ്റാറ്റിക് ആയി നിൽക്കുന്നത് പോലെ തോന്നാം. അതായത് ഒരു പരിധിക്കപ്പുറം പിഗ്മെന്റേഷൻ റെസ്പോണ്ട് ചെയ്യില്ല. ഈ മോളിക്യൂൾ റെസ്പോണ്ട് ചെയ്യാത്തതാണ് എന്ന് കരുതി വേറൊരു മോളിക്യൂൾ ട്രൈ ചെയ്താലും ആ പിഗ്മെന്റേഷൻ കുറഞ്ഞോളന്നില്ല. എന്തായിരിക്കാം ഇതിന് കാരണം? പിഗ്മെന്റേഷൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. എല്ലാ പിഗ്മെന്റേഷനും സ്കിന്നിൻ്റെ അപ്പർ ലെയേഴ്സിൽ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. സ്കിൻ ലൈറ്റനിങ് ക്രീംസ്, സിറംസ്, ഓയിൻമെൻറ്റ്സ് ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലെയറിലുള്ള സ്കിന്നിൻ്റെ അപ്പർ ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസിലുള്ള പിഗ്മെന്റേഷനാണ് കുറയുന്നത്. ലൈക്കൻ പ്ലാനസ് പിഗ്മെന്റോസിസ് പോലെയുള്ള സ്കിൻ കണ്ടീഷൻസ്, സിവിയർ ആക്നെ, കണ്ടിന്യൂസ് ആയി സിവിയർ ആയിട്ട് വലിയ കുരുക്കൾ വന്നിട്ടുള്ള, പിമ്പിൾസ് വന്നിട്ടുള്ള, അതിനുശേഷം ഉണ്ടാകുന്ന മാർക്സ്, സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന മാർക്സ്, ഇതെല്ലാം സ്കിന്നിൻ്റെ അപ്പർ ലെയറിൽ മാത്രമല്ല ഡീപ്പർ ലെയേഴ്സിലും പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. ഈ പിഗ്മെന്റേഷനിലേക്ക് എത്താൻ പലപ്പോഴും സീറംസോ ക്രീംസോ അപ്ലൈ ചെയ്താൽ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഇതിനാണ് ക്യൂസ്വിഷ് ലേസറോ പൈക്കോ ലേസറോ യൂസ് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഡീപ്പർ ലെയേഴ്സിലുള്ള പിഗ്മെന്റേഷൻ അതിനടുത്തുള്ള സ്ട്രക്ചേഴ്സിന് ഡാമേജ് വരാതെ പിഗ്മെന്റിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പൈക്കോ ലേസറോ ക്യൂസ്വിഷ് ലേസറോ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ സാധിക്കും. ഇതുപോലെ തന്നെയാണ് മെലാസ്മ. മെലാസ്മയ്ക്ക് അഥവാ കരിമംഗലത്തിന് എപ്പിഡെർമൽ കോമ്പണൻറ്റ് ഉണ്ടാവാം, സ്കിന്നിൻ്റെ ഡീപ്പർ ലെയർ ആയിട്ടുള്ള ഡെർമിസിലും ഒരു കോമ്പണൻറ്റ് ഉണ്ടാവാം. ഡെർമൽ മെലാസ്മ ക്രീംസിന് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഇത് റെസ്പോണ്ട് ചെയ്യാൻ ലേസേഴ്സ് വേണ്ടി വരും. സ്കിന്നിൻ്റെ ഏത് ലെയറിലാണ് പിഗ്മെന്റേഷൻ എന്ന് മനസ്സിലാക്കി, ഏത് കാരണം കൊണ്ടാണ് പിഗ്മെന്റേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കി വേണം ട്രീറ്റ്മെൻറ്റ് ഫോർമുലേറ്റ് ചെയ്യാൻ.